ഓസ്കി 2 പാർട്സ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഓറിയൻറ്റേഷൻ ആണ്. ന്യൂസിലാൻഡിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഡേയ്സിൻ്റെ ഓറിയൻറ്റേഷൻ ക്ലാസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അവർ ബേസിക്കലി എക്സ്പ്ലെയിൻ ചെയ്തത് ന്യൂസിലാൻഡിലെ നഴ്സിംഗ് പ്രാക്ടീസസിനെ പറ്റിയിട്ടായിരിക്കും. അവിടുത്തെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, കൾച്ചറൽ തിങ്സ്, അവിടുത്തെ പ്രാക്ടീസസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ അവർ പറയുന്നുണ്ടാവുക. സോ നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടും എങ്ങനെയാണ് ഒരു നഴ്സിൻ്റെ അവിടുത്തെ ജോലി അല്ലാത്ത കാര്യങ്ങൾ ബാക്കി എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് നമുക്കൊരു ബേസിക് ഐഡിയ നമുക്ക് ആ ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ നിന്ന് തന്നെ കിട്ടും. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഈ ക്ലിനിക്കൽ എക്സാമിനേഷൻ ആണ്. 10 സ്റ്റേഷൻസ് ആണ് ഉണ്ടാവുക. ഓരോ സ്റ്റേഷനും 12 മിനിറ്റിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് 2 മിനിറ്റ്സ് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാനുള്ളതും ബാക്കി 8 മിനിറ്റിനുള്ളിൽ നമ്മൾ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും വേണം. ആ സ്റ്റേഷനിൽ നമുക്ക് തന്നിട്ടുള്ള സ്പെസിഫിക് ടാസ്ക് എന്താണോ അത് വിത്തിൻ 8 മിനിറ്റ്സ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. ലാസ്റ്റ് 2 മിനിറ്റ്സ് അടുത്ത സ്റ്റേഷനിലേക്ക് മൂവ് ഓൺ ചെയ്യാനുള്ളതാണ്. നമ്മൾ ഈവൻ ദോ നമ്മൾ 8 മിനിറ്റിനുള്ളിൽ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ലാന്നെങ്കിൽ പോലും നമ്മൾ അടുത്ത 2 മിനിറ്റ്സിൽ നമ്മൾ മൂവ് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് എക്സ്ട്രാ ടൈം ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യത്തില്ല.